ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ സോറി പറയാണ് കേട്ടോ. ഞാൻ ഇന്നലെ 2 മണിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടാണ് വലിയ ഗമയിൽ മിനിയാന്ന് എഡിറ്റ് ചെയ്തിട്ടൊക്കെ കിടന്നത്. പക്ഷേ ഉണ്ടല്ലോ, ഇന്നലെ എനിക്കത് പറ്റിയില്ല. കാരണം ആ സമയത്ത് എന്താ പറയുക, കുറേ തിരക്കും കാര്യങ്ങളും ഒക്കെ ആയി. പിന്നെ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോഴേക്കും കുട്ടി പട്ടാളങ്ങളെത്തി. ഇവർ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റാറില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് കുറേ ആലോചിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവും. പിന്നെ എന്നും സ്ഥിരമായിട്ട് ഇടാത്തത് കൊണ്ട് കുറച്ച് പേര് കാത്തിരിക്കും. എന്നാലും എന്താ പറയുക, പിന്നെ ആവാമെന്ന് വിചാരിച്ചിട്ട് ഞാനത് ഇപ്പോഴത്തേക്ക് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു മിക്കവാറും ഞാൻ നാളെ 2 മണിക്കാണ് ഇടുക. അതായത് നിങ്ങൾ കാണുമ്പോൾ ശരിക്കും 2 മണിക്കാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുള്ളത്. അങ്ങനെ അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞു നിർത്തിയത് നമ്മൾ ടീൻസ് മേക്ക് ഓവറിലേക്ക് പോയ വിശേഷമാണ്. അപ്പോൾ കുറേ ദിവസങ്ങളായിട്ടായി കുട്ടികൾ പറയണം. അപ്പോൾ എപ്പോഴും എന്നോട് പറയും, മമ്മിയുടേതായ ഒരു സമയം നീക്കി വെക്കണം, മമ്മിയുടേതായ, നമ്മളെപ്പോഴും പറയില്ലേ നമുക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തണമെന്ന്. അപ്പം നമ്മളുടെ വീട്ടിൽ എങ്ങനെ വന്നാലും കുറേ സമയം നമുക്ക് എങ്ങനെ റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞാലും അതിന് അതിൻ്റേതായ ഒരു പരിമിതി ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം അതെ വുമൻസ് ഡേയുടെ അന്ന് എന്നെ കൊണ്ടുപോയിട്ട് ഡിംപിൾ പറഞ്ഞു, മമ്മി കുറച്ച് നേരം എല്ലാം മറന്ന് അവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് നമ്മളെ ടേക്ക് കെയർ ചെയ്യുകയെന്ന് പറയുമ്പോൾ അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ടീനു എന്ന് പറയുമ്പോൾ ടീനു നമ്മൾ കുറേ നാളുകളായിട്ട് നല്ല പരിചയമുള്ള ഒരു മോളാണ്. അപ്പോൾ ഇടയ്ക്ക് എന്നോട് പറയും, ആൻറ്റി ഒന്ന് വായോ, ആൻറ്റി ഒന്ന് വായോ, വന്ന് കുറച്ച് നേരമൊക്കെ കണ്ടിട്ട്, പ്രത്യേകിച്ച് ഇവിടേക്കല്ല കേട്ടോ, വീട് കാണാൻ വേണ്ടിയിട്ടാണ്. ടീനു ഒരു പുതിയ വീട് വെച്ചിട്ടുണ്ട്. ഭയങ്കര ഭംഗിയാട്ടോ വീട് കാണാനായിട്ട്. അപ്പം എനിക്കാച്ച വീടുകളോട് ഭയങ്കര ഇഷ്ടം. അപ്പം ഞാനും ഡിവൈനും ഡിമ്പിളും കൂടി ഒരു ദിവസം പോകണം എന്ന് വിചാരിച്ചിരിക്കുക. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. പക്ഷേ ഇന്നലെ പോകാനുള്ള സാഹചര്യം പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡിവൈൻ കൂടെ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ 3 പേരും കൂടി പോകണമെന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ വീട് പണി കഴിഞ്ഞപ്പോൾ തൊട്ടുള്ള വീഡിയോസും ഫോട്ടോസും പിന്നെ സ്റ്റാറ്റസൊക്കെ കണ്ട് ഞങ്ങളെന്താ പറയുക, എത്രയും വേഗം അതൊന്ന് പോയി കാണണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു കേട്ടോ. അത്ര ഭംഗിയാണ്. എനിക്ക് തോന്നുന്നു ടീൻസ് മേക്ക് ഓവർ എന്ന് പറഞ്ഞിട്ട് ചാനലുണ്ട് തോന്നുന്നുണ്ട്, അതിനകത്ത് കാണും എല്ലാ കാര്യങ്ങളും. അങ്ങനെ ഞാൻ ചെന്നപ്പോൾ എനിക്ക് ഫെബ്രുവരി 8-ാം തീയതി ഞാൻ പറഞ്ഞില്ല, അൽഫോൺസമ്മയുടെ ഭരണാങ്ങാനത്ത് ഒരു ഗെറ്റ് ടുഗദറൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞായറാഴ്ചയാണ് പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ജസ്റ്റ് മുമ്പാണ് ഞാൻ ഡൈ ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ പുറമെ കാണുമ്പോൾ വെള്ള മുടിയൊന്നും കാണില്ല കേട്ടോ, നെറ്റിയുടെ അവിടെ മാത്രമേ കാണുള്ളൂ. പക്ഷെ തല അങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ നരച്ച് മുടി. പക്ഷേ ഈ ക്ലിപ്പ് ഇടുന്ന കാരണം അത് കാണില്ല. അപ്പോൾ കുട്ടികൾ എന്നെ പറയും, മമ്മി എന്തിനാ അങ്ങനെ ചെയ്യണം, അപ്പോൾ ഡാഡിയാണ് എനിക്ക് ഇട്ട് തരാം. അപ്പോൾ അത് എവിടെയെങ്കിലും പരിപാടി വരുമ്പോൾ മമ്മി അത് പുറത്ത് പോയി ചെയ്തോളോട്ടാന്ന് പറയും. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് ഡിമ്പിളാണ് ഇട്ട് തന്നിരുന്നത്. ആദ്യം എന്ന് പറയുമ്പോൾ ഇപ്പോഴല്ല, കുറേ മുമ്പ്. പിന്നെ കുട്ടികളും ബഹളമൊക്കെ ആയപ്പോൾ നമ്മൾ തന്നെ അറിഞ്ഞുകൊണ്ട് അവരെ മാറ്റി അതൊക്കെ പുറത്ത് പോയിട്ട് ചെയ്തു തുടങ്ങി കേട്ടോ. അപ്പോൾ അതോടുകൂടി തന്നെ മുടി തുമ്പ് വല്ലാണ്ട് ഇങ്ങനെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഒന്ന് ഷേപ്പ് ചെയ്തതിന് ശേഷം ഡൈ ഇട്ടിട്ട് അവിടെ ഇരുന്നു. അപ്പോൾ ആ സമയത്ത് ടീനു പറഞ്ഞു, നമുക്ക് ഒരു കാര്യം ചെയ്യാം, പെഡിക്യൂർ ചെയ്യാമെന്ന്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എനിക്ക് ഒന്നുകിൽ ഡിംപിൾ അല്ലെങ്കിൽ ഡിവൈനെ ചെയ്തു തരാറ്. ഇപ്പോൾ കുറേ നാളുകളായിട്ട് ഡിവൈനാണ് അത് ഏറ്റെടുത്തിരിക്കുന്നത് കേട്ടോ. ഈ ചെയ്യുന്ന പോലെ തന്നെ എൻ്റെ കാല് വെച്ച് ചെയ്യാം. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമാണ് അവരുടെ മടിയിൽ കാലൊക്കെ വെച്ചു. അത് ഈ കുട്ടികളോട് ഞാൻ പറയും, യോ വെക്കണ്ടേ, പക്ഷേ അതെന്താ പറയുക, നമ്മളൊരു ജോലിയുടെ ഭാഗമായിട്ട് നമ്മളത് ചെയ്യാമെന്നല്ലാണ്ട് നിവൃത്തിയില്ലല്ലോ. അങ്ങനെ അപ്പോൾ എന്നെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഈ പ്രായത്തിൽ പെഡിക്യൂർ ചെയ്യുക എന്നുള്ളതല്ലാതെ ഞാൻ കാലിൻ്റെ സൗന്ദര്യം നോക്കാനൊന്നും അല്ല കേട്ടോ. എനിക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, എനിക്ക് നല്ല വയറ്. അപ്പോൾ എനിക്ക് അങ്ങനെ കുമ്പിട്ട് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നുകിൽ കുട്ടികൾ അല്ലെങ്കിൽ ഇതുപോലെ പോകുമ്പോഴാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ കാലുമലത്തെ നഖമായാലും മൊത്തത്തിൽ എനിക്കങ്ങനെ വിണ്ട് കീറുന്ന പ്രശ്നം വളരെ കുറവാട്ടോ. എനിക്കങ്ങനെ എന്തോ ആ ഒരു കാര്യത്തിൽ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരാറില്ല. എന്നാലും നമുക്ക് എന്താ പറയുക, ഇടയ്ക്കിടയ്ക്ക് അത് കൈയായാലും കാലായാലും ഒക്കെ ക്ലീൻ ചെയ്യണത് നല്ലതല്ലേ. അപ്പോൾ ഞാൻ ഇങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതും കൂടിയും ഒന്നിച്ചാണ് ഞാൻ ചെയ്യാറ് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോൾ ഈ വലത്തെ കാലുമ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം നീരുണ്ട്. അത് പ്രശ്നമുള്ള നീരൊന്നുമല്ല. ഞാനത് പിന്നെ കാലുമ്മ ഈ ഫാറ്റി ലിവറിൻ്റെയാണ്, കറുത്ത കളറുകളും ഉണ്ടാവും. അപ്പോൾ അതൊന്ന് നമ്മുടെ ഒരു തൃപ്തിക്ക് അതൊന്ന് എന്താ പറയുക, ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പോവുകയാണെങ്കിൽ പോട്ടെ എന്ന് വെച്ചിട്ട്, അത് പോണ സംഭവങ്ങളൊന്നുമല്ല, എന്നാൽ പോലും അതും കൂടി ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ഈ ക്ലീൻ ചെയ്യുമ്പോഴാണ് നോക്കുക, കാലുമ്പോൾ വല്ല കൂടുതൽ കളർ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ വേറെ വല്ലതുണ്ടോ എന്നൊക്കെ നോക്കുക ഈ സമയത്താണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ 2 നഖം ഇങ്ങനെ കെട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ കൂടെ
എന്താ പറയുക ഒരു തടിപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ആകുമ്പോൾ അവർ അതിൻ്റേതായ രീതിയിൽ സൂക്ഷിച്ച് അത് ചെയ്യാനും എടുക്കാനും. അപ്പോൾ ഡിവൈനും ഡിംപിളാണ് ഇത് മെയിനായിട്ട് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ ഇത് വിട്ട് ഇങ്ങനെ വരുമ്പോൾ ഞാൻ ഈ 2 കൂട്ടം പിന്നെ ഒന്ന് ബ്ലീച്ച് ചെയ്യുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് വയസ്സായതിന് ശേഷം ഞാനെപ്പോഴും കുട്ടികളെപ്പോഴും പറയും നല്ല കാലത്ത് മമ്മി പാർലറിൽ പോയിട്ടില്ല, ഈ പ്രായത്തിലാണ് മമ്മി പോയി തുടങ്ങിയെന്ന്. കാരണം അന്ന് നമുക്ക് എല്ലാതും സ്വന്തമായിട്ട് ചെയ്യാനുള്ള ഒരു സമയവും ആളും എന്താ പറയുക, നമ്മൾ പറയില്ലേ ആ ഒരു സമയം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമായിരുന്നു. കുട്ടികളോ ബഹളങ്ങളോ ഈ ബിസിനസ്സിൻ്റെ തിരക്കൊന്നും നമ്മളെ ബാധിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നമുക്ക് കുറച്ച് നേരം മിണ്ടാണ്ട് പോയിട്ട് ഇരിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് ഇരിക്കണം. അപ്പോൾ ഞാൻ മുമ്പ് എപ്പോഴും പറയും, ഞങ്ങൾ ഇതുപോലെ ഇടയ്ക്ക് പോയിട്ട് നമ്മുടെ റിസോർട്ടിലും കാര്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാം മറന്ന് കുറച്ച് നേരം ഇരിക്കാനാണെന്ന് പറയും. തിരിച്ച് അവിടെ ആകുമ്പോഴും കുട്ടികളുണ്ടാവും. ഇവിടെ ആകുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പറയും മമ്മി സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറയും. നമ്മൾ ഡൈ ഇട്ടിട്ട് അല്ലെങ്കിൽ എന്താ പറയുക ഫേഷ്യൽ ചെയ്യാനായിട്ട് ഇട്ടിട്ട് വരുമ്പോൾ മമ്മി കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറയും. കുട്ടികളായാലും പറയും കേട്ടോ, നമ്മൾ പറഞ്ഞില്ലെങ്കിൽ പോലും അറിയാണ്ട് ഉറങ്ങിപ്പോവും. പക്ഷേ എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. എനിക്ക് അവിടെ ഇരുന്നാലും ഒരു 4 മണി വരെ ഉള്ള ഒരു ദിവസത്തെ എൻ്റെ എന്താ പറയുക സമാധാനത്തിലിരിക്കണ ഇരിപ്പ് കേട്ടോ. 4 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അയ്യോ എൻ്റെ കുട്ടികളവിടെ പാലിന് വേണ്ടി കുരയ്ക്കലോ ഈ ഒരു ചിന്തയാണ്. അപ്പോൾ ഇവരൊക്കെ പറയും മമ്മി അങ്ങനെ ഓർക്കല്ല ഇട്ടെറിഞ്ഞ് പൊക്കോളൂന്ന്. പക്ഷേ എനിക്ക് എന്തോ അവരുടെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര വിഷമാണ്. കാരണം ഞാൻ മാത്രം കൊടുത്താലാണ് അവർക്കതൊരു തൃപ്തിയുള്ളൂ. പിന്നെ കുട്ടികളുടെ കയ്യിലും അതിനുള്ള നേരവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ബ്ലീച്ച് ചെയ്ത് നല്ല എന്താ പറയുക ടാനൊക്കെ കുറേയൊക്കെ പോയി. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ കുട്ടികൾ ചെയ്തു തരുന്ന കാരണം അങ്ങനെയുള്ള എന്താ പറയുക ആദ്യമൊക്കെ ആണെങ്കിൽ നമുക്ക് കുറേ നേരം ഇങ്ങനെ ഇരിക്കുമ്പോൾ ബോറടിക്കും. ഇപ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്കുള്ള കാരണം ആ ഒരു ശീലമായിട്ടോ. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നും കൊണ്ട് ചുറ്റും നോക്കാറുണ്ട്. എല്ലാവിധ ഫെസിലിറ്റീസും ഉള്ള ഒരു പാർലറാണ് കേട്ടോ. അപ്പോൾ ഡിംപിളാണ് ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തത്. അപ്പോൾ അവർ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, ഡിംപിളും ഡിവൈനും. ഡിംപിളിനെ എങ്ങനെയാണെന്ന് വെച്ചാൽ തൊട്ടടുത്ത് ത്രെഡ് ചെയ്യാനായിട്ട് ഓടി അവിടം വരെ പോയിട്ട് തിരിച്ച് വരും. പിന്നെ ഡിംപിൾ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവസാനം നെയിൽ പോളിഷ് ഇടുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ നെയിൽ പോളിഷിന് എന്തോ പ്രത്യേകതയുണ്ട്, എനിക്ക് അതൊന്നും പറഞ്ഞു തരാനൊന്നും അറിയില്ല കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഉച്ചയായപ്പോൾ അവർ മീറ്റ് റോളും ജ്യൂസും മറ്റേ ഷേക്കും കൊണ്ടുവന്നു, അത് കഴിച്ചു. അങ്ങനെ മൊത്തത്തിൽ എല്ലാം കഴിഞ്ഞു ഞാൻ ഈ പരുവത്തിലായി. അപ്പോൾ ഡിംപിളുടെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫുള്ള് മറ്റേ ഹെയർ ഗ്രോത്ത് ഉണ്ട് താടിയുടെ അവിടെ. അപ്പോൾ അത് അവൾക്ക് ഭയങ്കര വിഷമാണ്. അപ്പോൾ ഈ പ്രാവശ്യം ടീനു പറഞ്ഞു ഒന്ന് വാക്സ് ചെയ്ത് നോക്കുക നമുക്കെന്ന് പറഞ്ഞിട്ട് വാക്സ് ചെയ്യുക. അപ്പോൾ ത്രെഡ് ചെയ്യുമ്പോൾ ഭയങ്കര പെയിനാന്ന് പറയും. അങ്ങനെ നെയിൽ പോളിഷ് അപ്പോൾ ഞാൻ ഇട്ടില്ല കേട്ടോ. എനിക്ക് ഡിവൈനാണ് സാധാരണ ഇട്ട് തരാറ്. അപ്പോൾ ഡിവൈൻ പറഞ്ഞു മമ്മിക്ക് അവിടെ നിന്ന് തന്നെ ഇട്ടിട്ട് വരാറുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട മോളിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞ് അപ്പോൾ അത് ഞാൻ ഇട്ടില്ല. അങ്ങനെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഭയങ്കര പിന്നെ നമ്മൾ അവിടെ പോകുമ്പോൾ നമ്മളുടെ എല്ലാം പരിചയമുള്ള കുട്ടികളാണ്, പ്രത്യേകിച്ച് ടീനു. അപ്പോൾ അവിടെയുള്ള സ്റ്റാഫും അതായിട്ടോ നല്ല 2 മക്കളായിരുന്നു. അപ്പോൾ മുമ്പ് ഞാൻ പോയപ്പോൾ എനിക്ക് അത്രയും ഇതായിട്ട് തോന്നിയിട്ടില്ല. നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സ്ഥാപനം എപ്പോഴും ഭംഗിയിൽ പോകുമ്പോൾ ആ സ്ഥാപനത്തിൻ്റെ പുറമേയുള്ള കാഴ്ചയോ കാര്യങ്ങളല്ല, നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മളോടുള്ള പെരുമാറ്റം അനുസരിച്ചാണ് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന രീതി അനുസരിച്ചാണ് നമ്മൾ ആ സ്ഥാപനം നല്ലതാണോ മോശമാണോ എന്നുള്ളത് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ പ്രാവശ്യം ഇറങ്ങുമ്പോൾ ടീനുവിനോട് പറഞ്ഞിട്ട് ഇറങ്ങിയത് നല്ല എന്താ പറയുക നല്ല സർവീസാണ്, ആ കുട്ടികൾ നല്ല രീതിയിലാണ് ട്രീറ്റ് ചെയ്തതെന്നുള്ളത് ഞാൻ തിരിച്ച് പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഇതായിരുന്നു എൻ്റെ മേക്ക് ഓവർ. പക്ഷെ നിങ്ങൾ കാണുന്ന ആ ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടെന്നുള്ളൂ കേട്ടോ. ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ എന്താ പറയുക കണ്ണെഴുതി ആ പുരി എഴുതി പൊട്ടിട്ട് കുങ്കുമട്ട. അപ്പോൾ ഇങ്ങനെ ഒരു മുഖം ഇത് കുറേ കാലങ്ങളായിട്ട് ആരും കണ്ടിട്ടുണ്ടാവില്ല. കുങ്കുമം ഇല്ലാത്തൊരു നെറ്റി എൻ്റെ കണ്ടിട്ടില്ല. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ആ കുങ്കുമത്തോട് കൂടിയിട്ട് വേണം എനിക്ക് എൻ്റെ എന്താ പറയുക പറയാൻ പാടില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ, അതാണ് കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കൊക്കെയുള്ളൂ ഇന്നത്തെ എൻ്റെ മേക്ക് ഓവർ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായത് വിചാരിക്കുന്നു. കുറേ പേര് ചോദിച്ചു എന്താ കാണാത്തതെന്ന്. ഇതായിരുന്നു ആ സംഭവം. നിങ്ങൾ എന്നെ ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അങ്ങനെ കാണുള്ളൂ, അല്ലാണ്ട് ഇനി എന്നെ അങ്ങനെ കാണില്ല കേട്ടോ. അപ്പോൾ ബൈ.